കേരളത്തിന്റെ ശബ്ദമായിരുന്ന നേതാവായിരുന്നു കെ.എം. മാണി എന്ന കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി. അദ്ദേഹത്തിന്റെ വാക്കുകൾ താൻ ശ്രദ്ധാപൂർവ്വം ശ്രവിക്കാറുണ്ടായിരുന്നുവെന്നും രാഹുൽ. അന്തരിച്ച കേരള കോൺഗ്രസ് എം നേതാവ് കെ.എം. മാണിക്ക് ആദരാഞ്ജലി അർപ്പിക്കാനും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളെ നേരിൽ കാണാനും കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി പാലായിലെത്തി. പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലത്തിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികൾക്ക് ശേഷം ഹെലികോപ്റ്റർ മാർഗം പാലാ സെന്റ് തോമസ് കോളേജിൽ ഇറങ്ങിയ അദ്ദേഹം കെ.എം. മാണിയുടെ വസതിയിലെത്തി അദ്ദേഹത്തിന്റെ ഛായാചിത്രത്തിന് മുന്നിൽ പുഷ്പാർച്ചന നടത്തി. ജോസ് കെ മാണി എം പിയും മറ്റു കുടുംബാംഗങ്ങളും ചേർന്ന് രാഹുൽ ഗാന്ധിയെ സ്വീകരിച്ചു. കേരളത്തിന്റെ ശബ്ദമായിരുന്ന നേതാവായിരുന്നു കെ.എം. മാണിയെന്നും അദ്ദേഹത്തിന്റെ വാക്കുകൾ താൻ എല്ലായ്പ്പോഴും ശ്രദ്ധാപൂർവ്വം ശ്രവിക്കാറുണ്ടായിരുന്നുവെന്നും രാഹുൽ അഭിപ്രായപ്പെട്ടു. ഏകദേശം 15 മിനിറ്റോളം കെ.എം. മാണിയുടെ വസതിയിൽ ചെലവിട്ട ശേഷമാണ് രാഹുൽ ഗാന്ധി മടങ്ങിയത്. രാഹുലിന്റെ വരവറിഞ്ഞ് നിരവധി UDF പ്രവർത്തകരാണ് പാലായിൽ തടിച്ചുകൂടിയത്. കേരള കോൺഗ്രസ് പ്രവർത്തകരാണ് പാലായിൽ തടിച്ചുകൂടിയത്. ഒപ്പം നിരവധി UDF നേതാക്കളും പാലായിലെ കരിങ്ങോഴക്കൽ തറവാട്ടിലേക്ക് എത്തിയിരുന്നു. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA, ഒപ്പം കോട്ടയത്തെ സ്ഥാനാർത്ഥിയായിട്ടുള്ള തോമസ് ചാഴിക്കാടൻ, മറ്റ് കേരള കോൺഗ്രസ് MLA മാർ തുടങ്ങി നിരവധി നേതാക്കളാണ് പാലായിലേക്ക് ഒഴുകിയെത്തിയത്. പോണ കേറാനാണെന്നറിയാമോ? ഇനി ഇങ്ങോട്ട് വരും, ഇവിടെ വരും. ഇനി ഇവിടെ വന്നാൽ മതി. മൂവിയതല്ലേ? കാണത്തില്ലേ? നമ്മൾ 3 പേരും ഒരു കൈ എടുത്താനായിരുന്നു വീഡിയോ പിടിക്കാൻ ഇട കിട്ടുമോ? ഒത്തിക്കട കൈ നട്ടാൽ മതി.